നിങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കാണും, ചിലർ മയക്കത്തിലൊക്കെ പോയി കാണുന്നു അല്ലേ? എന്നാൽ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഭക്ഷണം കഴിക്കാൻ മറന്നു. കസ്റ്റമറെ കാണാൻ പോയതാണ്. ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറെ കാണാൻ പോയി, കസ്റ്റമറെ കണ്ടുകൊണ്ട് സംസാരിച്ച് ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. ഭക്ഷണം ബാഗിനകത്തുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിപ്പം ഗാഡ്കോപ്പർ സ്ഥലത്താണ്. മഴ തുടങ്ങി, കണ്ടില്ല, കുടയൊക്കെ പിടിച്ചു. വീണ്ടും മുംബൈയുടെ മഴയൊന്നും അങ്ങനെയാണ്. ഈ ഗണപതി വരെ ഉള്ളൂ, ഗണപതി ഉത്സവം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ മഴ കുറയും ബോംബെയിൽ. അപ്പം അങ്ങനെ ഗാഡ്കോപ്പർ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഫുഡ് ഓവറിൽ നിൽക്കുകയാണ്. മഴയൊന്ന് കുറയട്ടെ. ഇപ്പം പുതിയ ഫീൽഡിലെ ജോലിയാണ്, ഇൻഷുറൻസാണ്. വലിയ ശമ്പളമൊന്നും ഇല്ല, എന്നാലും കമ്മീഷനുണ്ട്. ഹാർഡ് വർക്കിനനുസരിച്ചാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാസമേ ഈ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങിയുള്ളൂ. പക്ഷേ ഒരു മാസം, അതായത് ഓഗസ്റ്റ് 4 കയറിയ ഞാൻ. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 26 തോന്നുന്നല്ലേ, 26 അതെ. അപ്പം 26 കൊണ്ട് തന്നെ എനിക്ക് ഒരു 4 കസ്റ്റമറെ കിട്ടി. അത് ഹാർഡ് വർക്കാണ്. ഒരു ഇൻഷുറൻസ് ഫീൽഡല്ലേ, സെയിൽസ് അല്ലേ. നമ്മളെ കസ്റ്റമറോട് സംസാരിച്ച് അവരെ അട്രാക്റ്റ് ചെയ്ത് വലയിലാക്കി വീഴ്ത്തിയെടുക്കണം. അതാണ് ഒരു സെയിൽസ്മാൻ്റെ ജോലി. ഏതായാലും ഈ ചലഞ്ചായിട്ട് തന്നെ എടുത്തു. അങ്ങനെ ഗാഡ്കോപ്പർ കസ്റ്റമറെ കണ്ട് അഗ്രിയൊക്കെ ആക്കി ഇപ്പോൾ വന്നു. ഇപ്പം ഗാഡ്കോപ്പർ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിൽക്കുകയാണ്. മഴ കാരണം നിൽക്കുക, കനത്ത മഴയും കാറ്റുമാണ്, അതുകൊണ്ട് നിൽക്കുക. ഈ കാണുന്നതാണ് ഗാഡ്കോപ്പർ സ്റ്റേഷൻ. നിങ്ങൾ കണ്ടില്ല, ഇപ്പം ഓവർ ബ്രിഡ്ജ് ആയതുകൊണ്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇതൊരു എക്സ്പ്രസ് ട്രെയിൻ വന്ന് നിൽക്കുകയാണ്, എങ്ങോട്ടോ പോകേണ്ടി സിഗ്നലിന് വേണ്ടി. ഇത് പിന്നെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമാണ് ദൂരെ കാണുന്നത്. ഇതാണ് നീണ്ടു കിടക്കുന്ന പാളങ്ങൾ. ഇപ്പം വണ്ടി വന്നില്ല, വണ്ടി വന്ന് പോയതേ ഉള്ളൂ ഒരെണ്ണം. വേറൊരു വണ്ടി ഇപ്പോൾ വരും. ഇത് കണ്ടില്ലേ, വിമാനം പോകുന്ന കണ്ടോ? നിങ്ങൾ കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇത് വിമാനം പോവാണ്. ഇപ്പോൾ എൻ്റെ തലയ്ക്ക് മേലെ കൂടെ വിമാനം പോകുന്നു, എൻ്റെ കാലിന് താഴെ ഇതാ ട്രെയിൻ കിടക്കുന്നു. വല്ലാത്ത സീൻ തന്നെ അല്ലേ? താഴെ റെയിൽവേ പാളവും ട്രെയിനും, മുകളിൽ വിമാനവും. ഇതാണ് മുംബൈയിലെ ലോക്കൽ ട്രെയിൻ. പലരും കണ്ടിട്ടില്ലായിരിക്കും. ലോക്കൽ ട്രെയിൻ. ഇതാണ് മുംബൈയിലെ ലോക്കൽ ട്രെയിൻ. ഇത് AC ലോക്കലാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇപ്പുറത്തൂടെ വരുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാണ്. ഇതാണ് നമ്മുടെ ഛപ്ര എക്സ്പ്രസ് ആണ്. അതായത് ബീഹാറിലോട്ട് പോകുന്നു. ബീഹാറിൽ നിന്ന് വരുന്നതാണ്. ഇതിപ്പം നേരിട്ട് പോകുന്നത് ഛത്രപതി ശിവാജി ടെർമിനലിലേക്ക്. അതായത് CST കണ്ടോ, ലോക്കൽ ട്രെയിൻ കണ്ടല്ലോ. വേറൊരു ലോക്കൽ ട്രെയിൻ കൂടെ വരുന്നുണ്ട്. ഇതാണ് മുംബൈയുടെ, കണ്ടില്ലേ, വേറൊരു ലോക്കൽ ട്രെയിൻ വരുന്നു. അതിനോടൊപ്പം തന്നെ വേറൊരു ലോക്കൽ ട്രെയിൻ വേറൊരു റൂട്ടിലോട്ട് വന്ന് കിടക്കുന്നു. കണ്ടില്ലേ, ഒരേ സമയം 3 ലോക്കൽ ട്രെയിൻ പോകുന്നു. ഗാഡ്കോപ്പർ സ്റ്റേഷനാണ്, HDLV ആണ് കാണിക്കുന്നത്. ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ. മുംബൈ ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മുംബൈ സിറ്റിയുടെ ജീവനാഡി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റിയുടെ, മുംബൈ മഹാനഗരത്തിൻ്റെ ജീവനാഡിയാണ് ഇവിടുത്തെ ട്രെയിൻ സർവീസ് എന്ന് പറയുന്നത്, ലോക്കൽ ട്രെയിൻ. ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നല്ല അടിയും ചവിട്ടും തെള്ളും ഒക്കെ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. മാത്രമല്ല ഒരു ദിവസം കുറഞ്ഞ 5 പേരെങ്കിലും ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കിപ്പം ജോലി സംബന്ധമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പോകുന്നുണ്ട്, കുറച്ച് ദിവസമായി. കണ്ടില്ല, എല്ലാവർക്കും പോകുന്നത് ഒരേ സമയം. അവിടെ 3 എക്സ്പ്രസ് ട്രെയിനാണ് കിടക്കുന്നത്. പോകുന്നത് അവിടെ ലോക്കൽ ട്രെയിനാണ്. നേരെ ബൈക്ക് എടുക്കുവാണ്. കണ്ടില്ലേ, ഇതാണ് ഫുഡ് ഓവർ ബ്രിഡ്ജ്. ഞാൻ നിൽക്കുന്ന ബ്രിഡ്ജാണ്. കണ്ടില്ലേ, ട്രെയിൻ പോകുന്ന കണ്ടില്ലേ നിങ്ങൾ. ഇപ്പം മേളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്, ദൂരേന്ന് വരുന്നുണ്ട്. ഇവിടെ നിന്ന് അടുത്താണ് എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് ലാൻഡിങ്ങാണിത്. അപ്പോൾ ഈ പാളങ്ങൾ നീണ്ടു പോകുന്ന പോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതവും. ഇപ്പം ഞാൻ ജോലി സംബന്ധമായിട്ട് വന്നതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം. പിന്നെ എന്താ പറയുക, മുംബൈ എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ചിലർ ചാലുകളാണ്, സ്ലമ്മുകളാണ് ഒക്കെ ഒരു ധാരണ. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ മുംബൈ സിറ്റി ഫൗണ്ടാക്കിയപ്പോൾ തൊട്ട് പ്രവാസികളുടെ ഒരു ഒഴുക്ക് തന്നെ മുംബൈ നഗരത്തിലൊക്കെ. മുംബൈ നഗരത്തിൻ്റെ ജീവനാഡിയാണ് ട്രെയിൻ. അതുപോലെ ജോലി തേടുന്ന മികച്ച ജീവസൗകര്യം തേടി വരുന്നവർക്ക് ഒരു സ്വപ്ന നഗരിയും കൂടെ പോകുമ്പോൾ, അതായത് സിറ്റി ഓഫ് ഡ്രീംസ് എന്ന് പറയും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. സിറ്റി ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ നഗരം. പക്ഷേ ഇപ്പോൾ സ്വപ്നങ്ങളുടെ നഗരമൊന്നുമല്ല. ഇഷ്ടംപോലെ ഇന്ത്യയിലെ രാജ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പല കമ്പനികളുടെയും ആസ്ഥാനം മുംബൈയാണ്. പല മാനുഫാക്ചറിങ്ങൾ, പിന്നെ
ഏഷ്യയിലെ ഏറ്റവും വലിയ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുള്ളത് 2ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യയിലെ ബോംബെ എന്ന് പറയുന്നത്. നേരത്തെ 1ാം സ്ഥാനത്ത്, ഇപ്പം ചൈനയിലെ പല സിറ്റികളായി. അതുപോലെയാണ് മുംബൈ വരുന്ന ഒരാൾക്കാർ എവിടെയും ജീവിക്കുമെന്ന്. അത് മുംബൈ മഹാനഗരത്തിൽ ജീവിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ എവിടെ പോയാലും ജീവിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ സാഹചര്യം അതാണ്, ജീവിതമാണ്, പിന്നെ മറ്റൊന്ന് ജീവിത സാഹചര്യം. കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഏത് രീതിയും ജീവിക്കാൻ പറ്റും. മാത്രമല്ല മുംബൈ നഗരത്ത് ജോലിയില്ലാതെ പട്ടിണിയില്ലാതെ കിടക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പറയുന്നത്. ഇഷ്ടംപോലെ ജോലി സാധ്യതയുണ്ട്. പിന്നെ വൈറ്റ് കോളർ ജോബി വരുന്നതിന് പറ്റത്തില്ല. കണ്ടോ, ഇപ്പം നിങ്ങളെ കാണിക്കാം, വേറൊരു വിമാനം വരുന്നുണ്ട്. കണ്ടോ, ഇതേതാ ഇൻഡിഗോ. കണ്ടോ വിമാനം വരുന്നുണ്ട്. വിമാനം ഇങ്ങനെ പോവാണ്. വിമാനം നേരെ പോകുമ്പോൾ നേരെ താഴെ ഒരു ട്രെയിൻ വന്നു നിന്ന്. കണ്ടോ, ഇത് നല്ല സീൻ തന്നെയല്ലേ. എനിക്ക് വലിയ വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല, ഇങ്ങനെ വോയിസ് ഒന്നും എൻ്റെ ശരിയല്ല കേട്ടോ. എൻ്റെ സൗണ്ടും അങ്ങനെ കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുകയാണ്, വേറെ ലോക്കൽ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടോട്ട് വരുന്നത് വിദേശത്തോട്ട് ജോലി തേടിയാണ് വരുന്നത്. ജോലി തേടുകയെന്ന് പറഞ്ഞാൽ മികച്ച ജോലി സൗകര്യം തേടി തന്നെ ആൾക്കാർ ഇവിടെ വരുന്നത്. ഗൾഫിലോട്ടോ അല്ലെങ്കിൽ വിദേശത്തോ പല രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും ഇഷ്ടം പോലെ മലയാളികളുടെ ഒഴുക്ക് വേണ്ട. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഏജൻസികളുള്ളത് വിദേശത്തോട്ട് പോകാനും ട്രാവലേഴ്സ് മുംബൈ. ശരിക്കും പറഞ്ഞാൽ മുംബൈ മഹാനഗരം ഒരു ഗേറ്റ് വേ ആണ്. ഇന്ത്യക്ക് വെളിയിലോട്ടുള്ള ഒരു ഗേറ്റ് വേ ആണ്. കാരണം ഇന്ത്യ ഒരു മെയിൻ ട്രാൻസിറ്റ് ഹബ്ബാണ്. അതിനപ്പുറത്തെ എല്ലാ രാജ്യങ്ങളും ഫ്ലൈറ്റ് സർവീസ് ഉണ്ട്. ഇപ്പം നവി മുംബൈ എയർപോർട്ട് വരുന്ന അവിടെയും തുടങ്ങിയില്ല, ഓപ്പറേറ്റ് ആവുന്നതേ ഉള്ളൂ. ഈ ലോക്കൽ ട്രെയിൻ പോലെയാണ് ഞങ്ങളെപ്പോലെ ആൾക്കാരുടെ ജീവിതം. എവിടെയോ സ്റ്റോപ്പ് ചെയ്യുന്നു, ഏതൊക്കെയോ സ്റ്റേഷനിൽ കയറി പോകുന്നത് പോലെ. പിന്നെ എന്താ പറയുക, മുംബൈ ജീവിക്കാൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും എന്തും സഹിക്കാനും ക്ഷമിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റത്തില്ല. അതുപോലെ നമുക്ക് എന്താ പറയുക, നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ ബോംബെയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ലോകത്ത് എവിടെയും കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു ഏറ്റവും അടുത്തൊരു ഉദാഹരണം, എൻ്റെ കസിനായ 2 കുട്ടികൾ വന്നായിരുന്നു ഇവിടെ നാട്ടിൽ നിന്ന് ജോലി തേടി. ഇവരെ ശരിക്കും പറഞ്ഞാൽ ഒരാൾ അക്കൗണ്ടൻറ്റ്, ഒരാൾ വേറെന്തോ ആണ്. ഇവിടെ വന്ന് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആയപ്പോൾ തന്നെ ട്രാവൽ ഏജൻസിയോട് അപ്ലൈ ചെയ്തപ്പം തുടർച്ചയായി ജോലി കിട്ടാൻ അവന് വിദേശത്തെ ഓഫർ വന്നു. ഞാൻ ബോംബെ വരുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകത അതാണ്, ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. അതിനപ്പുറത്ത് എന്താ പറയുന്നത് ഒരു പക്വത വരും. ബോംബെ പോലെ മഹാനഗരത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇവിടെ ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടമുള്ള അവരൊക്കെ ജീവിക്കുമ്പോൾ 4 പേരോട് പരിചയപ്പെടാനും ഓട്ടോമാറ്റിക് പേഴ്സണൽ ഡെവലപ്മെൻ്റ് വരും. പിന്നെ ബോംബെയിൽ വന്ന് നശിക്കുന്നവരും ആൾക്കാരുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാരുണ്ട് ആ മേഖലയിൽ തന്നെ. ഇങ്ങനെയാണ്, ഇതാണ് കണ്ടോ, അതുകൊണ്ട് വീണ്ടും ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും നിമിഷം കൂടെ എത്ര ഫ്ലൈറ്റ് വന്നു പോയി അല്ലേ. ശരി, എന്നാൽ വീണ്ടും കാണാം. ഞാൻ ഇനി വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഓവർ ഫ്ലൈറ്റ് പോകുന്നു, ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും നിങ്ങളെ കാണിക്കുക വേറെ ഒരേ സമയം 2 ഫ്ലൈറ്റ് പോയി 2 ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് വന്ന് നിർത്തുന്നു, ഒന്ന് നിർത്തി. അപ്പോൾ ഇതാണ് ഗാഡ്കോപ്പർ. ഇതിൻ്റെ മുന്നേ കാണുന്നൊരു കോളേജാണ് കേട്ടോ, പഴയൊരു കോളേജാണ്. അപ്പം ഗാഡ്കോപ്പറിൽ നിന്ന് ഫുൾ ടോപ്പിൽ ഇറങ്ങുവാണ്. ഞാൻ പെതുക്കെ ഇറങ്ങി ഫുൾ ടോപ്പർ. ഇതാണ് ഗാഡ്കോപ്പർ സ്റ്റേഷൻ്റെ പുറത്തുള്ള കാണുന്ന സീനാണ്. കാരണം അങ്ങ് കാണുന്ന മെട്രോ ട്രെയിനാണ്, മെട്രോ റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, ഇവിടെ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഈ കാണുന്ന കല്യാണം വലത്തോട്ട് വന്ന ട്രെയിനാണ്. ആ കിടക്കുന്നതാണ് എക്സ്പ്രസ്. ഓക്കെ, ശരി, വീണ്ടും കാണാം.